ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ചുരുക്കം പേർക്കായി കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്കൊരവസരം കൂടെ ഒരുക്കിയല്ലോ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പെസഹായുടെ കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെസഹായിൽ നമുക്ക് ലഭിക്കുന്നതായ രണ്ട് വിലയേറിയതായ വാഗ്ദത്തങ്ങൾ, കീ പ്രോമിസസ് ഓഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പ്രൈസ് ദി ലോർഡ്. അത് ഒന്നാമത്തത്, ഹി ക്യാൻ കീപ് യു ഫ്രം ഓൾ ഈവിൾ. എല്ലാ തിന്മയിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. തെസ്സലോനിക്കർക്ക് എഴുതിയതായ ലേഖനം, രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, 2 Thessalonians chapter 3 verses 3, കർത്താവ് വിശ്വസ്തൻ, അവിടുന്ന് നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇസ്രായേൽ മക്കൾ സംഹാരദൂതനിൽ നിന്ന് ആബീബ് മാസം 14-ാം തീയതി രാത്രി വിടുവിക്കപ്പെട്ടു. ഇസ്രായേൽ ഒഴികെയുള്ളതായ മിസ്രൈമിൽ പാർക്കുന്ന എല്ലാ ഭവനങ്ങളിലും സംഹാരദൂതൻ കടന്നു ചെന്ന് അവിടെ ഭവനത്തിലുണ്ടായിരുന്ന മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും ആദ്യജാതന്മാരെ എല്ലാം നിഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു വിടുതൽ, ഇസ്രായേൽ മക്കൾ അതിലകപ്പെട്ടു പോകുവാനിടയാകാതെ ആ തിന്മയിൽ നിന്ന്, ആ ദോഷത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചത് പെസഹ കുഞ്ഞാടിൻ്റെ രക്തം മൂലമാണ്. അത് നമുക്ക് ദുഷ്ടനായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം അല്ലെങ്കിൽ ഒരു മുന്നെഴുത്തായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിലായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപം എന്നേക്കുമായി മായ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതായ ഒരു വ്യക്തി പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. അവൻ്റെ മേൽ പിന്നെ സാത്താനോ സാത്താൻ്റെ സാമ്രാജ്യങ്ങൾക്കോ സാത്താൻ ഇടുന്നതായ ക്ലെയിമുകൾക്കോ ഒന്നും അവൻ്റെ മേൽ അവകാശമില്ല. ദോഷത്തിൽ നിന്ന് എന്നേക്കുമായി വിടുവിക്കപ്പെടുകയാണ്. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയായി അല്ലെങ്കിൽ മഹാപുരോഹിത പ്രാർത്ഥനയായിട്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതായ കാര്യം, അവരെ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ള വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ദുഷ്ടങ്കൽ നിന്നുള്ളതായ വിടുതൽ നമുക്ക് ലഭിച്ചത്? നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ കീ പ്രോമിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത്, ദൈവം നമ്മളെ കഷ്ടതയിൽ നിന്ന്, സാത്താന്യ എതിർപ്പുകളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ചു എന്നുള്ളതാണ്, വിടുവിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ വാഗ്ദത്തം. അത് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് വിടുകയാണ്. 3 പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ നമുക്ക് പെസഹയിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ആചരിക്കുവാൻ കൊടുത്തിരിക്കുന്നതായ പെസഹ നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറയായിരിക്കുന്നതായ രക്ഷ, ആ രക്ഷ എങ്ങനെയാണ് കാൽവരി ക്രൂശിൽ നിവർത്തീകരിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ആ ഒരു പഠനമാണ് നമുക്ക് പെസഹയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെസഹ എന്ന് പറയുന്നത് പുതിയ നിയമ സഭയുടെ
ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിശ്ചയമായും പെസഹയെക്കുറിച്ച് വിശദമായിട്ട് നാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പെസഹയുടെ വിഷയത്തിൽ അല്പം ഡീപ്പായിട്ട് പഠിക്കുവാനായിട്ട് നാം പോകുന്നത്. മൂന്ന് പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ, 3 aspects ഓഫ് പാസ് ഓവർ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ആ 3 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ? ഒന്ന്, പാസ് ഓവർ is the first festival of Israel that was given by their Lord. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൈവം കൽപ്പിച്ചു കൊടുത്തതായ ആദ്യത്തെ ഉത്സവമാണ് പെസഹായുടെ ഉത്സവം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ എടുക്കണ്ട, അവിടെ നമുക്ക് 7 ഉത്സവങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഉത്സവമായിട്ട് യഹോവയായ ദൈവം കൊടുത്തിരിക്കുന്നത് പെസഹായാണ്. അത് അവരുടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതായ വിഷയമാണ് പെസഹ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാണ്. ആ പെസഹ ആചരിക്കുന്നതായ ആ മാസം, ആബീബ് മാസം, ഒന്നാമത്തെ മാസമായി ഇസ്രായേൽ മക്കളുടെ കലണ്ടറിൽ ആ മാസം മാറ്റപ്പെടുവാനിടയായി. അപ്പോ ഒരു പുതിയ ജീവിതം അവർ ആരംഭിക്കുക, ഒരു പുതിയ കണക്കുകൂട്ടല്, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ ജീവിത തുടക്കം അവർ ആരംഭിക്കുകയാണ് പെസഹായോടുകൂടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തി ലോകപ്രകാരം ജീവിച്ച് എത്ര വർഷം ജീവിച്ചാലും എന്താണോ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് ആ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവ പൈതലായി തീരുന്നത് അന്ന് അവനൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ പഴയ സ്വഭാവങ്ങൾ വിട്ടുകളഞ്ഞ്, പഴയ ലൈഫ് വിട്ടുകളഞ്ഞ്, പഴയ ദിനചര്യ വിട്ടുകളഞ്ഞ്, പഴയ സംസ്കാരം വിട്ടുകളഞ്ഞ്, പഴയതായിരിക്കുന്നതായ സകലതും വിട്ടുകളഞ്ഞ് ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നതായ കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ പെസഹായെ കുറിച്ചുള്ളതായ വിഷയം എന്ന് നമുക്ക് അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് പാസ് ഓവർ, ദ ഫസ്റ്റ് സാക്രിഫൈസ്, ആദ്യത്തെ യാഗമാണ്. അവരുടെ ഇസ്രായേൽ രാജ്യത്തോടുള്ളതായ ബന്ധത്തിൽ, ഇസ്രായേൽ ജനതയോടുള്ളതായ ബന്ധത്തിൽ ആദ്യത്തെ സാക്രിഫൈസ് ആണത്. പെസഹ കുഞ്ഞാടിനെ അറുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യാഗം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ആ യാഗത്തിനായിട്ട് അറുക്കപ്പെട്ടതായ മൃഗം അത് 1 വയസ്സ് പ്രായമുള്ളതായ റാമായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ളതായ ആട്ടുകൊറ്റൻ. എന്താണ് 1 വയസ്സുള്ളതായ 1 വയസ്സ് പ്രായമുള്ള ആട്ടുകൊറ്റൻ എന്ന് പറയാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. 1 വയസ്സുള്ളതായ 1 വയസ്സ് പ്രായമുള്ളതായ ആട്ടുകൊറ്റൻ എന്ന് പറഞ്ഞാൽ അത് ബലത്തിന്റെ പ്രതീകമാണ്, ശക്തിയുടെ പ്രതീകമാണ്. പൂർണ്ണ വളർച്ചയിൽ എത്തിച്ചേർന്നതായ ആട്ടിൻകുട്ടിയുടെ ആ സ്വഭാവത്തിൽ നിന്ന്, ആ ഇളയ അനുഭവത്തിൽ നിന്ന് ഒരു പൂർണ്ണതയുടെ അനുഭവം, ഒരു ശക്തിയുടെ അനുഭവത്തിലേക്ക് വളർന്നു മുറ്റിയതായ, അല്ലെങ്കിൽ വളർന്നു വന്നതായ ആ ഒരു അനുഭവമാണ് 1 വയസ്സ് പ്രായമുള്ളതായ ആട്ടുകൊറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടതായ കർത്താവിനെ നോക്കിയാൽ താൻ 30-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനത്തിന്റെ ആ പീക്ക് ടൈമിലാണ് താൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 33.5 തിരുവയസ്സിലാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് താന് യാഗമായി തീരുന്നത്. പെസഹ കുഞ്ഞാടിന് അറുക്കപ്പെട്ട
1 വയസ്സ് പ്രായമുള്ളതായ ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകത്തെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ആ യൗവന പ്രായത്തിന്റെ ഏറ്റവും മൂർധന്യമായ ആ ശക്തിയുടെ പ്രതീകത്തിലാണ്, അല്ലെങ്കിൽ ശക്തിയുടെ അനുഭവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ആ ആട്ടുകൊറ്റനെ നമ്മൾ നോക്കിയാൽ എങ്ങനെയുള്ള ആട്ടുകൊറ്റനാണ്? ആട്ടുകൊറ്റൻ അത് ബ്ലെയിംലെസ് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തില്ല, ആ ആട്ടുകൊറ്റനിൽ ഒരു കുറ്റവും കണ്ടില്ല. പെസഹ കുഞ്ഞാടിന് അറുക്കുവാനായിട്ട് മാറ്റിക്കെട്ടിയിരിക്കുന്നതായ ഈ ആട്ടുകൊറ്റനെ സംബന്ധിച്ച്, 1 വയസ്സ് പ്രായമുള്ള ഈ ആട്ടുകൊറ്റനെ സംബന്ധിച്ച് എങ്ങനെയുള്ളതായിരിക്കണം? അത് ബ്ലെയിംലെസ് ആയിരിക്കണം, വിത്തൗട്ട് എനി ബ്ലമിഷ്, യാതൊരു ഊനവുമില്ലാത്തതായ ഒരു കുഞ്ഞാടാണ് ഈ 1 വയസ്സ് പ്രായമുള്ളതായ മാറ്റിക്കെട്ടപ്പെട്ടതായ ആട്ടുകൊറ്റൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും എങ്ങനെയുള്ളതായ കുഞ്ഞാടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയുള്ളതായ ആട്ടുകൊറ്റനായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കോടതികൾ മാറി മാറി വിചാരണ ചെയ്തിട്ടും കള്ളസാക്ഷികൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് കർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും യഹൂദന്മാർ ഒന്നടങ്കം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ എത്രയും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നമ്മുടെ കർത്താവിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ലോകത്തിനാകട്ടെ, മത നേതൃത്വങ്ങൾക്കാകട്ടെ, സാത്താന്യ മണ്ഡലങ്ങൾക്കാകട്ടെ, ആർക്കും തന്നെ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാത്തതായ വിധത്തിൽ നമ്മുടെ കർത്താവ് ഊനമില്ലാത്ത യാഗമൃഗമായാണ് താൻ കാൽവരി ക്രൂശിലേക്ക് കയറുവാനിടയായിട്ട് തീർന്നത്. അപ്പോ ആ പെസഹായുടെ സകല കാര്യങ്ങളും എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ആ പെസഹ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് വിശ്വാസികൾ, അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായിട്ട് നിൽക്കുകയാണ്. കർത്താവിന്റെ ക്രൂശുമരണവുമായിട്ട് വളരെ പഠന വിഷയമായി നമുക്ക് അതിന്റെ ആന്തരിക അർത്ഥം ശരിക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് നമുക്ക് പെസഹായെ കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇനിയും അധികം ആ പെസഹായെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുമൂലം നമുക്ക് കിട്ടുന്നതായ അനുഭവം എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ മരണത്തിൽ നിന്നുള്ളതായ നീക്കുപോക്ക് പെസഹ മൂലം ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കുകയാണ്. ആബീബ് മാസം 14-ാം തീയതി രാത്രി സംഹാരദൂതൻ അർദ്ധരാത്രിയിൽ മിസ്രൈമിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗം മറ്റേ അറ്റത്തേക്ക് നടന്നു പോകുമ്പോൾ കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ളതായ എല്ലാ ഭവനത്തിൽ നിന്നും ഉച്ചത്തിലുള്ളതായ ആർത്തനാദം കേൾക്കുവാൻ, മരണത്തിന്റെ നിലവിളി കേൾക്കുവാൻ ഇടയായി. എന്നാൽ തൊട്ടടുത്ത് ഗോശൻ ദേശത്ത് പാർക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ നിന്ന് അങ്ങനെ ഒരു വിലാപത്തിന്റെ സ്വരം പുറപ്പെടുവാൻ ഇടയില്ലാത്ത വിധത്തിൽ എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിടുതൽ ഗോശൻ ദേശത്ത് വ്യാപിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യമായ മരണം നമ്മുടെ മീതെ അധികാരം പ്രാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ നിത്യമായ മരണത്തിൽ നിന്നുള്ളതായ നീക്കുപോക്ക് നമുക്കുണ്ടാകുകയാണ്. ഇറ്റ് ബിഗിൻസ് ഓൺ ദ നൈറ്റ് ഓഫ് പാസ്ഓവർ. അത് പെസഹായുടെ അന്ന് രാത്രിയാണ് അത് ആരംഭിക്കുന്നത്. അത് മിസ്രൈമിലെ അടിമത്തത്തെ അല്ല, പകരം അവിടെ നിന്നുള്ളതായ വിടുതലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുവരെ ആബീബ് മാസം 14-ാം തീയതി വരെ മിസ്രൈമിന് ഇസ്രായേൽ മക്കളുടെ മേലൊരു ആധിപത്യം ഉണ്ടായിരുന്നു. അങ്ങനല്ലേ? ഫറവോൻ അതുവരെയും
എന്ത് കൊടുത്തില്ല? അവർക്ക് പെർമിഷൻ കൊടുത്തില്ല. ആ രാജ്യം വിട്ടുപോകുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ മോശ ചോദിച്ചതുപോലെയുള്ളതായ ആ അനുവാദം ഫറവോൻ കൊടുത്തില്ല. ഫറവോന്റെ അടിമത്വത്തിന്റെ കീഴിലാണ് ആബീബ് മാസം 14-ാം തീയതി വരെയും. എന്നാൽ എപ്പോഴാണോ ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത്, അതുമൂലമുള്ളതായ വിടുതൽ എപ്പോഴാണോ വ്യാപരിച്ചത്, ആ നിമിഷം മുതൽ മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെടുകയാണ്. അതിനുശേഷം ഒരു കാലം ഇസ്രായേൽ മക്കളുടെ ഒരു വ്യക്തികളും, കന്നുകാലികളാകട്ടെ, ആടുമാടുകളാകട്ടെ, അവരുടെ കുഞ്ഞുങ്ങളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, യുവാക്കന്മാരാകട്ടെ, ആരും മിസ്രൈമിൽ ശേഷിക്കാതെ വണ്ണം, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ മിസ്രൈമിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുകയാണ്. ഇത് അതുവരെയുള്ളതായ അടിമത്വത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു വിടുതലിലേക്ക് അവരെ നയിക്കുന്നതാണ് ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ നടന്നതായ ആ പെസഹ എന്ന് പറയുന്നത്. നാമും അഥവാ ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് അതുവരെ പാപത്തിന് അവന്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. പാപത്തിന് സാത്താൻ അവന്റെ മേൽ ക്ലെയിം ഉണ്ടായിരുന്നു. അവന്റെ മേൽ ഒരു അധികാരം സാത്താൻ ഉണ്ടായിരുന്നു. എന്നാൽ ഏത് നിമിഷമാണോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അവൻ ആശ്രയിച്ച് പാപക്ഷമ വിശ്വാസത്താൽ പ്രാപിച്ചത്, ആ നിമിഷം മുതൽ പിശാചിന് എന്നേക്കുമായിട്ട് അവന്റെ മേലുള്ളതായ ആധിപത്യം വിട്ടുകൊടുക്കേണ്ടതായി വന്നു. പിശാച് അവന്റെ മുമ്പിൽ തോൽക്കുവാനിടയായി. ഇനി എന്തില്ല, ഇനിയും മരണത്തിന് അവന്റെ മേൽ അധികാരമില്ലാത്ത വിധത്തിൽ ആ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ആ വ്യക്തി എന്നേക്കുമായി വിടുതൽ പ്രാപിപ്പാനിടയായി. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ 15-ാം അധ്യായത്തിൽ, 1-ാം ലേഖനം 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ പൗലോസ് വിളിച്ച് ചോദിക്കുന്നത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പ്രൈസലോ. അപ്പോ മരണത്തിന്റെ വിഷമുള്ള നമ്മുടെ മേൽ പതിയാതെ വണ്ണം, അതിന്റെ വേദന നമ്മുടെ മേൽ ആധിപത്യം പുലർത്താതെ വണ്ണം, പ്രൈസ് ലോർഡ്, എന്നേക്കുമായി നാം അത് ജീവനിലേക്ക് കടക്കുവാനിടയായിട്ട് തീർന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെട്ടതുകൊണ്ടാണ്. ആബീബ് മാസം 14-ാം തീയതി ആടിനെ അറുക്കേണ്ടത് അവർക്കൊരു അത്യാവശ്യമായ കാര്യമായി. ഇറ്റ് വാസ് എ നെസസിറ്റി ഫോർ ദം. ആബീബ് മാസം 14-ാം തീയതി രാത്രി ആ ആട്ടുകൊറ്റനെ അറുക്കണമെന്നുള്ളത് അവരുടെ ഒരു വളരെ ആവശ്യമായ ഘടകമായിരുന്നു. ആട്ടിൻകുട്ടിയെ അറുക്കുകയോ അതിന്റെ രക്തം കൊണ്ട് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടാതെയോ ഇരുന്നാൽ അതിന്റെ തിക്തഫലം നിശ്ചയമായും ഇസ്രായേൽ മക്കൾ അനുഭവിക്കുമായിരുന്നു. അപ്പോ പെസഹ കുഞ്ഞാടിനെ അറുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മോസ്റ്റ് നെസസിറ്റി ഫോർ ദം. എന്നാൽ അത് കഴിഞ്ഞപ്പോ ആ നെസസിറ്റി എന്തായി മാറി? ഒരു ഓർഡിനൻസ് ആയി മാറി. എന്ന് പറഞ്ഞാൽ ഒരു നിയമമായി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഫോർ വൺ ഡേ ഇറ്റ് വാസ് എ നെസസിറ്റി ആൻഡ് കണ്ടിന്യൂലി ഇറ്റ് ബിക്കം ആൻ ഓർഡിനൻസ് ഫോർ ദം. അത് അവരുടെ നിത്യനിയമമായി തലമുറയോളം അനുസരിക്കത്തക്കവണ്ണം എന്തായി മാറി? ഒരു നിത്യ നിയമമായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലിനു വേണ്ടി ദൈവം ചെയ്യുന്നതായ കാര്യങ്ങൾ നാം ഒരിക്കൽ മാത്രം അനുസരിച്ചാൽ പോരാ. അതെന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിയമമായി നാം അനുസരിക്കണം. ഒരിക്കൽ വിടുതൽ കിട്ടി, അതുകൊണ്ട് പിന്നെ എനിക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റത്തില്ല. വിടുതൽ പ്രാപിപ്പാൻ നാം എന്താണോ ആ നിമിഷം ചെയ്തത്, വിടുതൽ പ്രാപിപ്പാൻ നാം എന്തിലാണോ ആശ്രയിച്ചത്, ആ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു കളയുകയല്ല. വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുകളയുകയല്ല. അതൊരു നിയമം പോലെ
നമ്മുടെ ജീവിതത്തിൽ ആദ്യം മുതൽ ഒടുവിൽ വരെ അത് കൊണ്ടാടണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ, ദൈവസന്നിധിയിൽ നിന്ന് ഒരു നന്മ പ്രാപിച്ചാൽ, ആ നന്മ പ്രാപിക്കുന്നത് വരെ നാം പ്രാർത്ഥിക്കും, പ്രാപിക്കുന്നത് വരെ നാം ദൈവത്തിൽ ആശ്രയിക്കും. അത് നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാം നന്മയിൽ ആശ്രയിക്കും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നന്മ കിട്ടുന്നത് വരെ നമ്മുടെ ആ ലോയൽറ്റി ഏതിനോടായിരുന്നുവോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തോട് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷവും. ഇന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിങ്കൽ നിന്ന് ഒരിക്കൽ പ്രാപിച്ചതായ നന്മ നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ടിടയായിട്ട് തീരരുത്. 21 മുതൽ 12 അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങളിൽ പെസഹ ആചരിക്കുവാൻ ജനത്തോട് മോശ നൽകുന്നതായ ആഹ്വാനമാണ്. മോസസ് എക്സോർട്ടേഷൻ ടു ദ പീപ്പിൾ ടു ഒബ്സർവ് പാസ് ഓവർ. നിത്യ നിയമമായി പാസ് ഓവർ അല്ലെങ്കിൽ ആ പെസഹ എന്തായിരിക്കണം എന്നുള്ളതിന് കൊടുക്കുന്നതായ നിയമം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിയമം ഒരിക്കലും അവർ തെറ്റിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് യഹോവയായ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതായ കാര്യവും. ഞാന് ആ ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹ അർക്കണം. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. അത് ഒരു ദിവസത്തേക്കുള്ളതല്ല. മിസ്രയീമിലായിരുന്നപ്പോൾ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഇത് ചെയ്യണം, അതുകൊണ്ട് അന്നത്തേക്ക് ഇത് ചെയ്തേക്കാം എന്നല്ല. യഹോവയായ ദൈവം പറഞ്ഞത്, ഇത് ഈ മുമ്പ് പറഞ്ഞുണ്ടല്ലോ, അത് നിങ്ങൾ വരും തലമുറയിൽ അത് നിത്യ നിയമമായി നിങ്ങളത് ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ആ ദേശത്തെത്തിയിട്ട് ഈ പെസഹ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആചരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇസ്രായേലിന്റെ അടിമത്വത്തിലല്ല, അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ കനാൻ ദേശത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവർ സന്തോഷമായ ജീവിതമാണ്. അവർക്ക് സ്വതന്ത്രമായ ഒരു ജീവിതമാണ്. ആരും അവരെ ദണ്ഡിപ്പിക്കാനില്ല, ആരും അവരെ അടിമത്വത്തിൽ ആഴ്ത്താനില്ല. എല്ലാ രീതിയിലും അവർ സന്തോഷവാന്മാരാണ്. പിന്നെ എന്തിനായി പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് എന്ന് ലോജിക്കലി ഒരു ചോദ്യം ഉയരുവാൻ സാധ്യതയുണ്ട്. ദൈവിക നിയമത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ ലോജിക്കിനൊരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നിത്യ നിയമമായി ഒരിക്കൽ നിന്നെ വിടുവിച്ചത്, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്, അത് നിനക്ക് ജ്ഞാപകമായിരിക്കണം. ആ വിടുതൽ നീ കൊണ്ടാടണം. അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നീ കനാനിലായിരിക്കുന്നത്. അതുകൊണ്ട് നീ പോയ തലമുറയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിച്ചതായ ആ വിടുതൽ അത് നിനക്ക് മറന്നു കളയാൻ പറ്റുകയില്ല. ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് അവരുടെ സമീപത്തേക്ക് ഞാൻ കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നത്. നീ ശ്രദ്ധിക്കണം, അവരുടെ സമീപത്തേക്ക് നിങ്ങളുടെ പിതാക്കന്മാരായ ആ
ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക്, അവരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വന്ന് വസിക്കാൻ കാരണം പെസഹ മൂലം അവർ വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ തലമുറ എത്ര കഴിഞ്ഞാലും ഓരോ തലമുറയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവർ ഡയറക്റ്റ്ലി ഈ പെസഹയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുതിയ നിയമത്തിൽ അത് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൻ വിശ്വാസി ആയതുകൊണ്ട് മകൻ ഒരിക്കലും വിശ്വാസി എന്നുള്ള ആ ഒരു ഗണത്തിൽ ദൈവം കൂട്ടുകയില്ല. അപ്പൻ ദൈവമകനായതുകൊണ്ട് മകൻ ഒരിക്കലും ദൈവമകൻ ആകുകയില്ല. അപ്പൻ എങ്ങനാ ദൈവമകനായത്? അപ്പൻ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. അപ്പൻ ദൈവത്തെ കണ്ടതുകൊണ്ട് അപ്പൻ ദൈവ പൈതലായി. ദൈവത്തെ കണ്ടതായ അപ്പന്റെ മോൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ കാണാതിരുന്നാൽ എന്തല്ല? ദൈവ പൈതലല്ല. ദൈവവുമായിട്ടുള്ളതായ ഡയറക്റ്റ് റിലേഷനിലേക്ക് അവൻ വന്നില്ല. ഒരു കാര്യം ഓർക്കണം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. മക്കൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൽ ഫസ്റ്റ് ജനറേഷൻ മാത്രമേ ഉള്ളൂ, ഒരു സെക്കൻഡ് ജനറേഷൻ ഇല്ല. എപ്പോഴാണോ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ ദൈവവുമായിട്ടുള്ളതായ കോണ്ടാക്ട് മിസ്സാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, നാം ദൈവത്തെ കണ്ട് ആരായി? വി ബിക്കം ഫസ്റ്റ് ജനറേഷൻ. നമുക്ക് വരുന്നതായ കുഞ്ഞുങ്ങളെ അവരെ ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുത്തണം. ആ ഡയറക്റ്റ് ബന്ധപ്പെടുത്തി കൊടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുറകെ അവർ വരുവാനല്ല, നമ്മുടെ കൂടെ അവർ വരണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ കണ്ടതുപോലെ വിവിധ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ അവർ ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് എക്സ്പീരിയൻസ് പ്രാപിക്കുന്നതായ അനുഭവത്തിലേക്ക് നാം വരണം. നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ കണ്ടു, അവർ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ദൈവവുമായിട്ടുണ്ടായത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ തലമുറകൾ എത്ര കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും, ഓരോ വർഷവും അവരെന്ത് ചെയ്യണം? പെസഹ ആചരിക്കണം. ആ തലമുറ ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധം പുതുക്കണം. അത് അന്നും അങ്ങനെയാണ്. ഇതാ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്നും അവരുടെ പ്രമാണത്തിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ കർമ്മം എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ 26-27 വാക്യങ്ങളാണ്. മിസ്രൈമിനെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. അപ്പോ ആ നിത്യനിയമം നൽകിയതിന് ശേഷമാണ്, നിത്യനിയമം കൊടുക്കുക മാത്രമല്ല, ജനം കുമ്പിട്ട് നമസ്കരിച്ച് അത് പൂർണ്ണമായും അവർ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ദൈവത്തിന്റെ വിടുതലിൻ പദ്ധതി ആരംഭിക്കുന്നത്. 29-30 വാക്യങ്ങളിൽ ആ സംഹാര ദൂതൻ കടന്നു പോകുകയാണ്. യഹോവയായ ദൈവം തന്നെ ഇസ്രായേലിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് നാം നേരത്തെ വായിച്ചത്. അപ്പൊ സംഹാര ദൂതനായി ദൈവം കടന്നു പോകുമ്പോ ഓരോ ഭവനത്തിന്റെ മുമ്പിൽ ചെല്ലും. കട്ടളക്കാലിന്മേലും
കട്ടിളക്കന്മേൽ നോക്കും, കുറുമ്പടിമേൽ നോക്കും. രക്തത്തിന്റെ അടയാളമുണ്ട് എങ്കിൽ സംഹാരദൂതനായി കടക്കുകയില്ല. പകരം വിടുതലിന്റെ അനുഭവത്തിലേക്ക് ദൈവജനം നടന്നു പോകുകയാണ്. അർദ്ധരാത്രിയിലോ, 29-ാമത്തെ വാക്യം, അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും ഇസ്രായേൽ ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലികളെ എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമിലും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. ആദിജാതന്മാരില്ലാത്തതായ ഭവനമൊന്നും തന്നെ മിസ്രൈമിലില്ല. അതുകൊണ്ട് ഒന്നുകിൽ മൃഗങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആദ്യജാതന്മാർ നിഗ്രഹിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഒരു വീട്ടിൽ നിന്ന് 2-3 പേരൊക്കെ മരിക്കുവാൻ സാധ്യത കാണും. കാരണം ആ വീട്ടിലെ വല്യപ്പൻ എന്ന് പറയുന്നത്, വല്യപ്പന്റെ തലമുറയിലെ ആദ്യജാതനാണെങ്കിൽ അയാൾ മരിക്കും. ആ വീട്ടിലെ വല്യപ്പന്റെ മകനായ ആ അപ്പൻ അല്ലെ കുടുംബനാഥൻ ഉണ്ടെങ്കിൽ ആ കുടുംബനാഥൻ 1-ാമത്തെ വ്യക്തിയാണെങ്കിൽ അയാൾ മരിക്കും. ഇനി കുടുംബനാഥന്റെ കുടുംബം കാണുമല്ലോ. ആദ്യം ജനിച്ചതായ കുഞ്ഞ് ഒരുപക്ഷെ 1 മാസം പ്രായമായിരിക്കാം, അല്ലെങ്കിൽ 5 വയസ്സായിരിക്കാം, 10 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 30 വയസ്സായിരിക്കാം. അവനും മരിക്കും. അപ്പോ കുടുംബത്തിൽ പിറന്നത് ആദ്യജാതരാണോ, അവൻ വയസ്സനായാലും കൊള്ളാം, യുവാവായാലും കൊള്ളാം, കുഞ്ഞായാലും കൊള്ളാം, അവൻ മരിക്കും. ആദ്യജാതന്മാരെല്ലാവരും മരണപ്പെടുകയാണ്. കുറഞ്ഞത് ഒരു വ്യക്തിയെങ്കിലും മരിക്കാത്തതായ ഭവനം മിസ്രൈമിലില്ല. എന്തുകൊണ്ടാണ് ആദ്യജാതന്മാരുടെ വിഷയത്തിൽ ഇങ്ങനെ വരാൻ കാരണമെന്ന് ഇത് നമ്മള് പെസഹായുടെ കാര്യം ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വേണം. ദൈവം തക്ക മറുപടി കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഏകജാതനായ ഇസ്രായേലിനെ നീ ദണ്ഡിപ്പിച്ചത് കൊണ്ട് നിന്റെ ഏകജാതന്മാരെയും ഞാൻ ദണ്ഡിപ്പിക്കുമെന്ന് മിസ്രൈമിനോട് യഹോവയായ ദൈവം പറഞ്ഞു. അഥവാ ഫറവോനോട് ദൈവം പറഞ്ഞു. അത് ഫറവോന്റെ കൊട്ടാരത്തിൽ മാത്രമല്ല, ഫറവോൻ രാജാവായിരിക്കുന്ന മിസ്രൈമിലെ എല്ലാ ഭവനങ്ങളിലും ദൈവത്തിന്റെ ആ വലിയ ശിക്ഷ കടന്നു വരുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ആ ശിക്ഷ കടന്നു വന്നു കഴിഞ്ഞപ്പോ ഫറവോനും കൂട്ടരും രാത്രിയിൽ തന്നെ എഴുന്നേറ്റു. പറഞ്ഞു, കടന്നുപോ, ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും ഈ ദേശത്ത് നിൽക്കരുതെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പായിക്കുവാനുള്ളതായ അല്ലെങ്കിൽ ഓടിക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ ഫറവോൻ ചെയ്യുവാനായിട്ടിടയായിട്ട് തീർന്നു. അതുവരെ ഞാൻ ഈ ജനത്തെ വിടുകയില്ല എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് കഠിന ഹൃദയത്തോടെ നിന്നതായ ഫറവോൻ ആ കഠിന ഹൃദയം എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ആ ഫറവോൻ തന്നെ രാത്രിയിൽ എഴുന്നേറ്റ് കൽപ്പന കൊടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തൊട്ടു മുമ്പിൽ നമുക്ക് ആ അധ്യായത്തിൽ 43 മുതൽ 51 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് വരുമ്പോ പെസഹായുടെ ചട്ടം കാണുവാനായിട്ട് കഴിയും. 2 പ്രധാനപ്പെട്ടതായ ഉത്സവങ്ങളെ കുറിച്ചും കൂടെ ഉത്സവങ്ങളുടെ വിവരണം നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അത് ഒന്ന് പെസഹയാണെങ്കിൽ, രണ്ടാമത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ഒരുമിച്ചാണ് കൊണ്ടാടേണ്ടത്. പെസഹ ഒരു ദിവസത്തെ ഉത്സവമാണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത് 7 ദിവസത്തെ ഉത്സവമാണ്. പെസഹായുടെ അന്ന് ആ രാത്രി ആരംഭിക്കുന്നതായ ആ ഉത്സവം അടുത്ത ശബത്ത് നാൾ വരെ നീണ്ടു നിൽക്കും. അടുത്ത ശബത്ത് നാളോടുകൂടെ ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആ അടുത്ത ശബത്ത് നാൾ വരെ കൊണ്ടാടണം. എന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. പ്രൈസ് ദി ലോർഡ്.
പെസഹായുടെ അന്ന് രാത്രിയിൽ അവർക്ക് അപ്പം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മാവ് നേരത്തെ കുഴച്ചു വെക്കാനോ അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നതായ ആ അപ്പം ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് കൽപ്പനയില്ലായിരുന്നു. പെസഹ ആചരിക്കുമ്പോൾ ആ ആട്ടുകൊറ്റനെ കൊന്ന് ആട്ടുകൊറ്റനെ തീയിൽ ചുട്ടെടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം? കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. അപ്പോൾ മാവ് കുഴച്ചു വെച്ചതായ മാവ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കുന്നതായ അപ്പവും കൂടെ ചേർത്ത് വേണം അത് കഴിക്കാൻ. അപ്പം ഒന്നാമത് തീയിൽ ചുട്ട് ഒരു മസാലയും ചേർക്കാൻ പാടില്ല. തീയിൽ ചുട്ടെടുത്തതായ ആട്ടുകൊറ്റന്റെ മാംസവും അപ്പോൾ കുഴച്ച് ചുട്ടതായ അപ്പവും കൂടെ കയ്പ് ചീരയും. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് അത് വളരെ സിംബോളിക് ആയിരിക്കുന്നതായ ഒരു സ്പിരിച്വൽ മീനിങ് അതിനകത്തുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. എന്താണ് പുളിപ്പ് എന്ന് പറയുന്നത്? പുളിപ്പ് ദൈവത്തിന്റെ വചനത്തിൽ അത് പാപത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം തുടർന്ന് എന്താചരിക്കണം? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കണം. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറി പാപമില്ലാത്തതായ ഒരു അനുഭവത്തിലേക്ക് ദൈവ പൈതൽ എത്തിച്ചേരണമെന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് എത്ര ദിവസം വേണം? 7. 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയാണ് കാണിക്കുന്നത്, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാനല്ല. പിന്നെയോ പ്രൈസ് ദി ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ദൈവത്തിന്റെ പൈതൽ പിന്നെ പാപം അവന്റെ ജീവിതത്തിൽ വാഴാതെ വണ്ണം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജീവന്റെ പുതുക്കത്തിലായിരിക്കണം അവൻ നടക്കേണ്ടത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അതാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ മരണത്തിന് പങ്കാളികളായിട്ട് തീർന്നതായ സ്നാനത്താൽ കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പഴയ പുളിപ്പിൻ്റെതായ സകല അനുഭവങ്ങളെയും മാറ്റി പുളിപ്പില്ലാത്തതായ ആ അനുഭവമായിരിക്കണം തുടർന്ന് കൊണ്ടുപോകേണ്ടത്. അതാണ് പെസഹായോട് ചേർന്ന് ആചരിക്കുന്നതായ 7 ദിവസത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അതും കൂടെ അവർക്ക് ചട്ടമായിട്ട് കൊടുത്തിട്ടാണ് ഇസ്രായേൽ മക്കളെ അവിടുന്ന് വിടുവിക്കുന്നത്. ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനെ കുറിച്ചുള്ളതായ വിശദീകരണം നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ യഹോവ പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം, അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവീൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. ആബീബ് മാസം ഈ തീയതി ആണ്, അതായത് 14-ാം തീയതി രാത്രിയാണ് നിങ്ങൾ പുറപ്പെട്ടു പോകുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം. 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7-ാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവം ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ അതിർത്തിക്കകത്തെങ്ങും എന്ത് കാണരുത്? പുളിപ്പ് കാണരുത്. വീടിനകത്ത് നിന്റെ അതിർത്തിക്കകത്ത് പുളിപ്പുള്ളതൊന്നും കാണുവാൻ പാടില്ല. എന്തിനു വേണ്ടിയാണ്? യഹോവയായ ദൈവം മിസ്രൈമിൽ നിന്ന് പിതാക്കന്മാരെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്നതായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ അവകാശം പ്രാപിച്ച് അവിടെ നീ സന്തോഷത്തോടെ പാർക്കുമ്പോഴും നീ ഇത് കൊണ്ടാടണം. നിന്റെ ജീവിതത്തിൽ എന്ത് വരാൻ പാടില്ല? പുളിപ്പ്
വരുവാനായിട്ട് പാടില്ല. ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യനിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം. ഇത് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യേണ്ടതായ കാര്യമാണ്. അപ്പൻ പെസഹ ആചരിക്കുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും എന്ന് മകൻ വിചാരിക്കരുത്. ആ പെസഹയിൽ മകനും എന്ത് ചെയ്യണം? ഡയറക്ട്ലി അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ, അതവൻ കൊണ്ടാടിയേ പറ്റുകയുള്ളൂ. അപ്പോ യഹോവയുടെ ന്യായപ്രമാണം, ദൈവം കൊടുത്തതായ ആ കൽപ്പനകൾ, ആ ന്യായപ്രമാണം തുടർമാനമായി എന്ത് ചെയ്യുകയാണ്? തലമുറകളോട് കൈമാറ്റം ചെയ്യുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അതിർത്തിക്കകത്തെങ്ങും യാതൊരു പുളിപ്പും കാണരുത്. മൃഗങ്ങളുടെ 10ാമത്തെ വാക്യം, ആണ്ടുതോറും നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇത് ആചരിക്കണം. തോന്നുമ്പോൾ അല്ല ആചരിക്കേണ്ടത്, യഹോവയായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ സമയപ്രകാരമാണ് ആചരിക്കേണ്ടത്. നമ്മൾ ഇതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യാസം വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മകൾ ഒക്കെ നാം നിശ്ചയിക്കുന്ന സമയത്താണ് കൊണ്ടാടുന്നത്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിക്കുന്നതായ സമയത്താണ് കൊണ്ടാടേണ്ടത്. അതാണ് ശരിയായിട്ടുള്ളതായ ദൈവിക നിയമം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആരാധനയുടെ ചട്ടം മുഴുവനും കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിനാണ്. ഇതിലെ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പിതാക്കന്മാർ അവർക്കുള്ളത്, ന്യായപ്രമാണം അവർക്കുള്ളത്, ആരാധന അവർക്കുള്ളത്, ദൈവപ്രവൃത്തി അവർക്കുള്ളത്, എല്ലാം അവർക്കുള്ളത്. അവരുടെ കോപ്പി ചെയ്യുന്നതായ കാര്യം, അവർക്ക് കൊടുത്തിരിക്കുന്നതായ കാര്യങ്ങൾ അതിന്റെ ഡിറ്റോയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ആരാധനയുടെ വിഷയത്തിൽ അതിന്റെ കണ്ടീഷനൊക്കെ നമ്മളും ഏറ്റെടുക്കേണ്ടത്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്നതായ പ്രമാണം എന്താണ്? 6 ദിവസം കഠിനമായി അധ്വാനിക്കണം, 7ാം ദിവസം പൂർണ്ണമായും നീ എൻ്റെ ആലയത്തിന് വേണ്ടി, എൻ്റെ നാമത്തിന് വേണ്ടി നീ ചെലവിടണം. നിന്റെ സമയം മുഴുവൻ ആഴ്ചയിലൊരിക്കൽ എന്ന് പറഞ്ഞ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 6 ദിവസം, ഞാൻ യഹൂദന്മാരുടെ കാര്യം പറയുക, ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 6 ദിവസം ഒരു കഠിനമായി അധ്വാനിക്കുകയാണ്. 7ാം ദിവസം എന്ന് പറയുന്നത് അവിടെ ശബത്താണ്. ആ ശബത്ത് ദിവസം ഒരു വേലയും ചെയ്യുവാൻ പാടില്ല. വേല ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് ചെന്ന് പുതപ്പ് തലവഴിയെ മൂടി കിടന്ന് ഉറങ്ങാനല്ല അത് പറഞ്ഞേക്കുന്നത്. 7ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ദിവസമാണ്. ആ ദിവസം എന്ത് ചെയ്യണം? അവരുടെ ചട്ടം അനുസരിച്ച് വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ അവർ സകല കാര്യങ്ങളും അവരുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ, വസ്തുവിനുള്ളതായ ബന്ധത്തിൽ സകല വർക്കും അവര് ക്ലോസ് ചെയ്യും. പണിക്കാരുണ്ടെങ്കിൽ അവരെ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ അവിടെ ഒരാഴ്ചത്തെ ശമ്പളം കൊടുത്ത് അവരെ പറഞ്ഞു വിടും. വീട്ടിനകത്തെ സകല വർക്കും ഒരുക്കി വെക്കും വെള്ളിയാഴ്ച രാത്രി സന്ധ്യയ്ക്ക് മുമ്പേ. അത് കഴിഞ്ഞാൽ പിന്നെ ശബത്ത് ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി അവര് വളരെ പ്രാർത്ഥനയോടുകൂടെ വിശ്രമിക്കും. വെളുപ്പിന് 5 മണിയാകുമ്പോൾ അവരെല്ലാവരും 5 മണിക്ക് മുമ്പ് അവർ എഴുന്നേറ്റിട്ട് നേരം പരമ്പര വെളുക്കുമ്പോൾ അവരെങ്ങോട്ട് പോകും? അവരെല്ലാവരും ആലയത്തിലേക്ക് പോകും. ആലയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു യാഗവസ്തു അവരുടെ കയ്യിൽ കാണും. ആ യാഗവസ്തു ഇല്ലാതെ ആരും ആലയത്തിലേക്ക് പോകുകയില്ല. വെറും കൈയോടെ ആരും ആലയത്തിലേക്ക് പോകത്തില്ല. ആലയത്തിലേക്ക് ചെന്ന് അവരാലയത്തിലെ എല്ലാ ചടങ്ങുകളിലും രാവിലെ മുതൽ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ഉള്ളതായ സമയം മുഴുവനും ഒരു പ്രായമുള്ളവരായാലും സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും എല്ലാവരും ആലയവുമായിട്ട് ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3 മണി വരെ അവർ ആലയത്തിലെ കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഏതാണ്ട് 3 മണി കഴിയുമ്പോൾ
അവരാലയം വിട്ട് ഭവനത്തിലേക്ക് എത്തും. ഭവനത്തിലേക്ക് എത്തി തലേ ദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് മേശപ്പുറത്ത് നിരത്തി കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് അവരുടെ ഹൈംസ് അല്ലെങ്കിൽ സ്തോത്രഗീതം പാടി ഒരാഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ ശനിയാഴ്ച ഏതാണ്ട് വൈകിട്ട് 6 മണിയാകും. ഈ സമയം വരെ അവർ മറ്റ് ആഹാരമൊന്നും കഴിക്കത്തില്ലെന്ന് മനസ്സിലായിക്കണം. ആ ദിവസം അവിടെ മാക്സിമം അഭ്യാസം എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കും. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായും അവർ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ദൈവം ചോദിച്ചതും, അതാണ് ദൈവം കൊടുത്തതായ പ്രമാണവും അതാണ്. എന്നാൽ നമ്മുടെ കാര്യമോ? പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ച് ഞായറാഴ്ചയാണ് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ലഭിക്കുന്നതായ ദിവസം. പ്രൈസ് ദി ലോർഡ്. അന്ന് ആകെ മീറ്റിംഗ് 2 മണിക്കൂറേ ഉള്ളൂ. 7:30 മുതൽ നമ്മളെ സംബന്ധിച്ച് 2 മണിക്കൂറത്തെ മീറ്റിംഗ്. 2 മണിക്കൂറത്തെ മീറ്റിങ്ങിന് എങ്ങനെയാലും ഒന്ന് കടന്നു വന്ന പ്രൈസ് ദി ലോർഡ്. ആ 2 മണിക്കൂർ എന്ന് പറയുന്ന നിമിഷം, അത് ഒരു നിമിഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെയും മറന്ന് ആലയത്തെയും മറന്ന് പിന്നെ നാം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോവുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രമാണം എവിടെ? നമ്മൾ ആചരിക്കുന്നത് എവിടെ? ഏതെങ്കിലും രീതിയിൽ നമുക്കത് ഒന്നൊന്നും മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നാം അനുഗ്രഹിക്കപ്പെടുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ ആരാധനയുടെ പിൻബലത്തിലൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹാകരുണ ഒന്ന് മാത്രമാണ് നാം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം. ഇതാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ ആരാധനയോടുള്ളതായ ബന്ധത്തിൽ അവർ ആചരിക്കുന്നതായ ചട്ടം. അതാണ് നോക്കി പഠിക്കേണ്ടതിന് നമ്മോട് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോടുള്ളതായ പറ്റുമാനം എങ്ങനെയാണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ സിറ്റുവേഷൻ ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും പ്രൈസ് ദി ലോർഡ്, കാൽവരി ക്രൂശിൽ ഏത് സമയത്തും അടുത്തു ചെന്ന് കർത്താവുമായിട്ടുള്ളതായ ബന്ധം പുതുക്കേണ്ടതിനും ആ ബന്ധത്തിൽ തുടർന്നു പോകേണ്ടതിനും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സ്വാതന്ത്ര്യത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയല്ലോ. കടിഞ്ഞൂര് അടുത്ത് 13-ാം അധ്യായത്തിൽ ചില പ്രമാണങ്ങൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞല്ലോ, പുളിപ്പില്ലാത്ത അപ്പത്തെ കുറിച്ചുള്ളതായ പ്രമാണമാണ്. രണ്ടാമത് കടിഞ്ഞൂലുകളെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പ്രമാണം, ദ ലോ റിഗാർഡിംഗ് ദി ഫസ്റ്റ് ബോൺ. 11 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ്. മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാണ്. കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കടിഞ്ഞൂലുകളെ കുറിച്ചുള്ളതായ പ്രമാണം കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് 13-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അവിടുന്ന് അവർ യാത്ര ആരംഭിക്കുകയാണ്. ആ പ്രമാണമെല്ലാം ഏറ്റുവാങ്ങിയതായ ജനം നേരെ പിഹഹീരോത്തിൽ വന്ന പാളയമിറങ്ങി അവിടെ നിന്ന് റമേസസിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട് അവർ ചെങ്കടലിന്റെ തീരത്തേക്ക് പോകുവാനായിട്ട് യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സാധാരണ രീതിയിൽ ചെങ്കടൽ കടക്കാതെ തന്നെ കനാൻ ദേശത്തേക്ക് പോകുവാനുള്ളതായ വഴിയുണ്ട് കേട്ടോ. ചെങ്കടൽ കടന്നല്ല ശരിയായിട്ടുള്ള നേരത്തെ അവരുടെ പിതാക്കന്മാർ യാത്ര ചെയ്തിരുന്നത്. ചെങ്കടൽ കടന്നല്ല കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തത്. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ് കനാനിൽ നിന്ന് മിസ്രയീം ദേശത്തേക്ക് ആണ് പുറപ്പെട്ടത്. കനാൻ ദേശത്ത് നിന്ന് മിസ്രയീമിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ യാക്കോബ്
ചെങ്കടൽ കടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് വരുമ്പോൾ. അതുപോലെ യോസഫ് യാക്കോബിനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് മിസ്രൈമിൽ നിന്ന് രഥങ്ങളെയും കുതിരകളെയും യാക്കോബിന്റെ അടുക്കിലേക്ക് അയച്ചു. യാക്കോബിന്റെ അടുക്കിലേക്ക് എങ്ങോട്ട് അയച്ചത്? കനാൻ ദേശത്തേക്ക് അയച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ. ചെങ്കടൽ കടന്നല്ല യോസഫ് അയച്ചതായ തേരും കുതിരകളും കനാൻ നാട്ടിലെത്തിയത്. കനാൻ നാട്ടിൽ നിന്ന് യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് യോസഫിന്റെ അടുക്കിലേക്ക് പോയി. ചെങ്കടൽ കടന്നല്ല പോയത്, അത് മറുവഴിയായിട്ടാണ് കടന്നു പോയത്. യഹോവയായ ദൈവത്തിന് അതേ വഴിയിൽ കൂടെ തന്നെ, അതായത് യാക്കോബും യോസഫ് കനാൻ നാട്ടിലേക്ക് വന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ യോസഫ് അയച്ചതായ രഥങ്ങൾ കനാനിലേക്ക് വന്നതായ അതേ വഴിയിൽ കൂടെ തന്നെ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു ദൈവത്തിന്. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. എന്താ ചെയ്യാത്തതിന് കാരണം? അത് ഇടത്തോട്ട് തിരിയേണ്ടതിന് പകരം ഇസ്രായേൽ മക്കളെ വലത്തോട്ട് നയിച്ചിട്ട് ചെങ്കടലിന്റെ തീരത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന് കാരണം 18-ാമത്തെ വാക്യമാണ്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. യുദ്ധം കാണുമ്പോൾ മടങ്ങിപ്പോകും, അതുകൊണ്ട് ദൈവം വരെ എന്ത് ചെയ്തു? ചെങ്കടൽ കടത്തി സീനായി മരുഭൂമി വഴി ചുറ്റി നടത്തി മരുഭൂമിയിലെ 5 യുദ്ധം ജയിക്കത്തക്ക വിധത്തിൽ അവരെ അഭ്യസിപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. യുദ്ധം അഭ്യസിച്ച് കനാൻ ദേശത്തേക്ക് ചെല്ലുമ്പോൾ യുദ്ധ നിപുണരായ സൈന്യങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് അവരുടെ വാഗ്ദത്തങ്ങൾ അവകാശമാക്കേണ്ടതിന് വേണ്ടിയാണ് പിതാക്കന്മാർ പോകാത്തതായ വഴിയിൽ കൂടെ ഇസ്രായേൽ മക്കളെ യഹോവയായ ദൈവം നടത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്നതായ വഴികൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോയതായ, നമ്മുടെ അപ്പന്മാർ പോയ വഴിയിൽ കൂടി അല്ല ദൈവം നമ്മളെ നയിക്കുന്നത്. മറ്റുള്ളവർ പോയ വഴിയിൽ കൂടി അല്ല നമ്മളെ നയിക്കുന്നത്. നമുക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഓരോരുത്തരുടെയും വാഗ്ദത്തങ്ങൾക്ക് മുമ്പിൽ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നതായ ചില സാത്താന്യ മണ്ഡലങ്ങളുണ്ട്. ആ സാത്താന്യ മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ധൈര്യമുണ്ടാകേണ്ടതിനും വിശ്വാസത്തിന്റെ ആ ആയുധവർഗം ധരിക്കേണ്ടതിനും ശത്രുവിന്റെ മേൽ ജയമെടുക്കേണ്ടതിനും വേണ്ടിയാണ് ദൈവം തന്റെ നിർണയപ്രകാരമുള്ളതായ വഴിയിൽ കൂടെ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്. ആകയാൽ ഈ മരുഭൂയാത്രയിൽ ദൈവം നയിക്കുന്നതായ വഴിയിൽ കൂടെ നമുക്ക് യാത്രയാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.